dear friends, welcome back to my video. This is soya milk. Homemade soya milk. Soya milk is a rate. Soya bean is soya milk. Soya bean. 2 cup beans overnight. Minimum നമ്മൾ ഒരു 8 hour എങ്കിലും കുതിർക്കാനായിട്ട് ഇത് വെക്കണം. നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഇത് സ്കിൻ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഇളക്കണം. ഈസിയാണ് സ്കിൻ ഇളക്കാൻ. നമുക്ക് ഇതിനെ ഇങ്ങനെ കയ്യിൽ എടുത്തിട്ട് റഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ സ്കിൻ ഇങ്ങനെ ഇളകി വരും. ഭയങ്കര ഈസിയാണ് കേട്ടോ സ്കിൻ ഇളക്കാൻ. സ്കിൻ ഇളക്കണം. നമ്മൾ ഈ സോയാബീൻ വെച്ച് എന്തുണ്ടാക്കിയാലും സ്കിൻ ഇളക്കിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്കിന്നിന് ലൈറ്റായിട്ടൊരു കശർപ്പുണ്ട്. നമുക്ക് ഈ ഫസ്റ്റ് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ നമ്മൾ ഒരു 3-4 വാട്ടി വെള്ളം ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്കിന്ന് ഫുള്ള് പോയിടും. അപ്പം നമുക്കിത് നല്ല നീറ്റായിട്ട് സ്കിന്നൊക്കെ പോയി എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് സ്കിന്നെല്ലാം ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറുത്ത ഉഴുന്ന് എങ്ങനെ നമ്മൾ നീറ്റാക്കുന്ന അതേമാതിരി തന്നെയാണ്. നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. സോയാബീൻ അറിയാമല്ലോ, നിറയെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നിറയെ നാരുകളും കാൽസ്യവും വിറ്റാമിനും ഒക്കെ ഉള്ളതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വാട്ടർ എടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കാം. ഓക്കെ കേട്ടോ. ഒരു ബൗള് വെച്ച് കൊടുക്കുക. നല്ല നീറ്റായിട്ടുള്ള ക്ലോത്ത് വെച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ 2 അരിപ്പ് വെക്കുന്നുണ്ട്. നൈസായിട്ടുള്ളത്. ഇത് അതിനേക്കാൾ കുറച്ചും കൂടെ വലുതായിട്ടുള്ള കണ്ണുകളാണ്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സോയ ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തരിയില്ലാതെ നമ്മൾ എടുക്കണം കേട്ടോ. അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കണ്ടേ, ഇതിന് ഫുള്ളങ്ങ് അടിയിലത്തെ അരിപ്പിലേക്ക് പോയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്കിങ്ങനെ ഫുൾ പാല് പിഴിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. നല്ല തിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ല തിക്കാണ്. ഇതിങ്ങനെ ഉപയോഗിക്കണത് നമുക്ക് ഇഷ്ടാവില്ല. കാരണം ഒരു പയറിൻ്റെ ഒരു പച്ച ചെവയുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പം നമുക്കിത് ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം. പാലൊന്ന് തിളയ്ക്കണം. അപ്പോൾ കൈയെടുക്കാതെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കാരണം ഹൈയിൽ വെക്കണ്ട കേട്ടോ. ഹൈയിൽ വെച്ചാലേ ചിലപ്പോൾ കുറച്ച് അടിയിൽ പിടിക്കും. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണേ. സോയയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് നിറയെ ഉള്ളതിനാൽ നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗത്തിനൊക്കെ ഇത് നല്ലതാണ്. കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നുണ്ട്. ഒരു എനർജി ലെവൽ ഇത് നിലനിർത്താൻ സോയ മിൽക്ക് നല്ലതാണ്. പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ ഇത് നല്ലതാണ്. കാരണം നിറയെ നാരുകൾ അടങ്ങിയതല്ലേ. അപ്പോൾ ഇത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന അൾസറിനൊക്കെ ഇത് ബെസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആകെ മൊത്തം സോയ മിൽക്ക് നല്ലതാണ്. സോയയുടെ എല്ലാ ഐറ്റം നിറയെ ഫുഡ് ഐറ്റംസ് ഉണ്ട് സോയ വെച്ചുള്ള. ഞാൻ ഇത് ഡെയിലി 1 ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്. നല്ലതാണ്. എന്തും മിതമായി ഉപയോഗിക്കും കേട്ടോ. അധികമാവരുതൊന്നും. പാലിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിള വരട്ടെ. നല്ല രീതിയിൽ തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ പാല് നല്ല രീതിയിൽ തിള വന്ന് ഇത് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല തിളച്ചിട്ടുണ്ട്. നല്ല തണുത്തതിന് ശേഷം നമുക്കിത് ബോട്ടിലാക്കി മാറ്റി വയ്ക്കാം. സോയ നമ്മൾ പിഴിഞ്ഞ് വെച്ചില്ലേ, അതെ. ഇതിൽ നമുക്കിതൊരു കവറിലിട്ട് വെച്ചിരുന്ന ചപ്പാത്തി, ഗോതമ്പ് ദോശ, ബറോട്ട അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. കളയരുത്. മാവ് റെഡിയാക്കുമ്പോൾ ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. പാല് തണുത്തിട്ടുണ്ട്, അത് എടുത്തുകൊണ്ട് വരാം. ഇതിലെ പാടെ നമുക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കും. ഈ ചെറിയ അരിപ്പ് വെച്ച് ഒന്നും കൂടെ അരിച്ചെടുക്കും. ഈ സോയ മിൽക്കില്ലേ, കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാം. നമുക്കിതിൽ ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഹണി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ഫ്രിഡ്ജിൽ ഒരു 5 days ഒക്കെ വെച്ചാണ് യൂസ് ചെയ്യണം. 5 days എനിക്ക് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. 1 ഗ്ലാസ് പാലെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഹണി ആഡ് ചെയ്യാം. നിറയെ ആരോഗ്യ ഗുണങ്ങളുള്ള സോയ മിൽക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും കൊടുത്തതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഞാൻ കുടിച്ചു നോക്കിയേനെ. സൂപ്പറാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ
ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.